സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ റേപ്പ് ചെയ്തിട്ട് കുരിശില് തലകീഴായി തൂക്കിയിട്ട് തറച്ചു കൊല്ലുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഹോളോകോസ്റ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ മറ്റേ ഹനൂക്കയ്ക്ക് തെളിക്കുന്ന ദീപം ഈ മറ്റേ ജൂയിഷുകാരുടെ ഒരു ഇമ്പോർട്ടന്റ് സിംബറാണ്. എനിക്ക് ഒരു 7 ഇത് അങ്ങനെ കണ്ടുവരുന്ന ഒരു തെളിക്കുന്ന ഒരു സംഭവമൊക്കെ. അപ്പൊ അതിനകത്ത് കുത്തിനിർത്തിയിട്ട് കൊന്നിട്ടുള്ള കേസുകളൊന്നും ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റേപ്പ്, കാരണം ഹോളോകോസ്റ്റിനകത്ത് ഇതുപോലെ 8 ലക്ഷം പേരൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ള. പക്ഷെ അതിനകത്ത് പോലും എത്ര പേർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഉണ്ട് എന്നാണ്. പക്ഷെ അതിനകത്ത് എത്രത്തോളം ആളുകൾ, ഇത്രയോ ആളുകളൊക്കെ ഈ 8 ലക്ഷം പേരിനകത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര അധികം ആളുകളൊക്കെ അതിനകത്ത് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാലങ്ങൾക്ക് മുന്നേ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കും സാധ്യമായെന്ന് അങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ വളരെ ക്രൂരമായിട്ട്. അതുപോലെ തന്നെ ഈ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞ ഈ കുരിശയിലൊക്കെ തലകീഴായിട്ട് തറച്ച് പെണ്ണുങ്ങളെ കൊന്നേക്കുന്ന ഫോട്ടോകൾ വരെ ഉണ്ട് അതിന്റെയൊക്കെ മുമ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ജൂയിഷിന്റെ ഈ ജെനോസൈഡിന്റെ അകത്ത്, ഹോളോകോസ്റ്റിനകത്ത് അങ്ങനെ ഈ ഹനൂക്കയിലോ അങ്ങനെയുള്ള ഇവരുടെ എന്തെങ്കിലും ആരാധ്യമായിട്ടുള്ള ബിംബങ്ങളിലോ കുത്തിവെച്ചോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് കൊല്ലുന്ന പരിപാടികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ കുരിശിലൊക്കെ ഇങ്ങനെ തലകീഴായിട്ട് ഇവരെ കൊല്ലാൻ അല്ലെങ്കിൽ കുരിശെ തറച്ച് കൊല്ലാനുള്ള എന്റെ റീസൺ ഒക്കെ എന്തായിരിക്കും? മുമ്പേ ഈ അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് താലിബാനുകൾ പിടിച്ചെടുക്കുന്ന രൂപം വരെ എത്തി. അങ്ങനെ കാബൂള് വരെ എത്തി. കാബൂൾ വരെ എത്തിയപ്പോൾ ആദ്യം ഇവരുടെ കയ്യിൽ കിട്ടിയത് ഒരു കൊമേഡിയനെയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു നിസ്സഹായനായിരിക്കുന്ന സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു കൊമേഡിയൻ. അയാളെ പിടിച്ച് കൊണ്ടുപോകുന്നു. അയാളെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ജീപ്പ്, ഓപ്പൺ ജീപ്പാണ്. ഇരിക്കുന്ന ആളുകൾ ഇവൻ ഈ കവിളിൽ അടിക്കുമ്പോൾ മറ്റവൻ അടുത്ത കവിളിൽ അടിക്കുന്നു. അയാൾക്കറിയാം കുറച്ച് കഴിയുമ്പോഴേക്ക് എന്നെ ഇവർ വളരെ ക്രൂരമായി കൊല്ലും. കാരണം സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തെറ്റാണ്. ഇവരിങ്ങനെ അടിക്കുന്നു. അപ്പോഴും ആ സമയത്തും അയാൾ ഇവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അയാൾക്ക് അതേ അറിയൂ, അയാൾ ഒരു കലാകാരനാണ്. അയാളെ കൊണ്ടുപോയി വളരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ട് അയാളെ തല കീഴായി കെട്ടിത്തൂക്കി. നോക്കിയപ്പോൾ ഉടല് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാളുടെ നെഞ്ചിൽ കുരിശ് രൂപത്തിലാണ് കമ്പടിച്ച് കയറ്റിയിരിക്കുന്നത്. വളരെ ക്രൂരമായ രൂപത്തിൽ കൊന്നു. എന്നിട്ട് അയാൾ ഒരു വീഡിയോ ഇട്ടിട്ട് പറയുവാണ് ഇത് മറ്റുള്ളവർക്കൊരു താക്കീതാണെന്ന്. അത്രയുള്ള കാര്യം. അതായത് ഇന്നിപ്പോ നമുക്കറിയാം ഹമാസ് ഭീകരരെ പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലിനെ എന്താ ചെയ്തത്? വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. അത് വീഡിയോ പിടിക്കുന്നു, അത് പുറത്തിടുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് അവനെ ഇടാനുള്ള കുഴി അവനെ കൊണ്ട് തന്നെ മാന്തിപ്പിക്കുന്നു. അസ്ഥികൂടം പോലെയായ മനുഷ്യൻ അവിടെ നിന്ന് കുഴി കുഴിക്കുന്നു. പിന്നെ സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ തുപ്പുന്നു, അവരെ ക്രൂരമായിട്ട് ബലാത്കാരം ചെയ്യുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ മരുഭൂമിയിലൂടെ നടത്തിച്ചിട്ട് അവർക്ക് തന്നെ കറി വെച്ചു കൊടുക്കുന്നു. ഇന്ന് ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇവര് ഈ കഴുത്തറുത്ത് കൊല്ലുന്ന രീതി തന്നെ തിരഞ്ഞെടുക്കുന്നത്? എന്തിനാ? ഭയപ്പെടുത്താൻ. ഇപ്പോ അർമേനിയൻ വംശഹത്യയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ വളരെ ക്രൂരമായിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്ക് നടന്നിട്ടുണ്ട്. ചരിത്ര രേഖകൾ അതാ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഇതൊന്നും ഒരു ഇൻസിഡൻസ് ആയിട്ട് നടന്ന സംഭവങ്ങളല്ല. ഇതിന്റെ പിന്നില് വളരെ നിഗൂഢമായ രൂപത്തിൽ ഒരു ഹോംവർക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോ ഗുജറാത്ത് കലാപം പോലെ തന്നെ, ഇപ്പോ മാറാട് കലാപം പോലെ തന്നെ, 21 മാപ്പിള കലാപം പോലെ തന്നെ ഇതിന്റെ പിന്നിലും വലിയ രൂപത്തിലുള്ള വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അർമേനിയൻ വംശക്കാരെ അവരുടെ വീടുകളിൽ നിന്ന് ആദ്യം പുറത്താക്കുന്ന ഒരു വിഭാഗം ആളുകൾ വന്നിട്ട്, എന്നിട്ട് അവർ തെരഞ്ഞെടുത്ത സ്ഥലമേതാ? സിറിയൻ മരുഭൂമിയിലെ പ്രധാനമായിട്ടും ഡെയ്റസോർ എന്ന് പറയുന്ന ഒരു ഭാഗം. കാരണം ആ ക്യാമ്പുകളിൽ അവരെ എത്തിക്കുന്നു. മാസങ്ങളോളം നടത്തിച്ചിട്ടാണ് അവരെ എത്തിക്കുന്നത്. വെള്ളം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല. ചാവാനായി എന്ന് മനസ്സിലാകുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുന്നു. അവരെ വീണ്ടും അടിച്ച് നടത്തുന്നു. തളർന്നു വീഴുന്ന ആളുകളെ അവിടെ ഇട്ട് ബലാത്കാരം ചെയ്യുന്നു, കൊല്ലുന്നു. എന്തിനാ? മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ. ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ സമാധാനമല്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറയാനുള്ള കാരണം എന്താ? ഭയപ്പെടുത്തുക. അള്ളാഹുവിന്റെ രീതിയും അത് തന്നെയാണ്. അങ്ങനെ വഴിനീളെ നടന്ന ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ
ഇതൊന്നും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട ചരിത്രങ്ങളൊന്നും ഇന്നിവിടെ ആർക്കും ഓർക്കാൻ പോലും സമയമില്ല. പുരുഷന്മാരെയും യുവാക്കളെയും ഒക്കെ ആയുധധാരികളായിട്ടുള്ള സംഘങ്ങൾ തടഞ്ഞുവെച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ വെടിവെച്ച് കൊല്ലുകയോ കത്തികൾ ഉപയോഗിച്ചിട്ട് വധിക്കുകയോ ചെയ്യുന്നു. വനപ്രദേശങ്ങളിലും മലയിടുക്കുകളിലുമൊക്കെ ഈ രൂപത്തിൽ കൂട്ടക്കൊലകൾ നടത്തി അവരെ അവിടെ ഇവിടെയായിട്ട് മൃതശരീരം വലിച്ചെറിയുന്നു. പിന്നെ നാടുകടത്തൽ പ്രക്രിയയിൽ അർമേനിയക്കാരെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അതൊന്നും ലഭിക്കാത്ത ആൾവാസമില്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് നടത്തിക്കൊണ്ടുപോയത്. ആയിരക്കണക്കിന് ആളുകൾ തളർന്നു വീണ് ദാഹിച്ച് പട്ടിണി മൂലം വഴിയിൽ കിടന്ന് മരിക്കുന്നു. അങ്ങനെ മരുഭൂമിയിലെ ക്യാമ്പുകളിൽ ആയുസിന്റെ ബലം കൊണ്ടു മാത്രം എത്തിയ ആളുകളെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു കൊല്ലുന്നു. മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഇതൊക്കെ ചെയ്യുന്നത്. ഈ വംശഹത്യയുടെ തുടക്കത്തിൽ തന്നെ, അതായത് 1915 ഏപ്രിൽ 24 ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ അർമേനിയൻ സമൂഹത്തിലെ നേതാക്കളെയും ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഇസ്താംബൂളിൽ വെച്ചിട്ട് പിടികൂടുന്നു. എന്നിട്ട് അവരെ രഹസ്യമായിട്ട് കൊന്നുകളയുന്നു. എന്നിട്ട് സമൂഹത്തെ നയിക്കാൻ ആളില്ലാതാകണം എന്നതായിരുന്നു അതിന്റെ പിന്നിലെ ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോകുന്നു. നിർബന്ധപൂർവം ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റുന്നു. ഓട്ടോമൻ കുടുംബങ്ങളിലെ അടിമകളായി പാർപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബങ്ങളെ വേർപിരിക്കുന്നതും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും ഇവരുടെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങളെ അംഗച്ഛേദം നടത്തുക, കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് ബലാത്കാരം ചെയ്തു കൊന്നുകളയുക, അതായത് മറ്റുള്ളവരെ ഏതൊക്കെ രൂപത്തിൽ മാനസികമായി പീഡിപ്പിക്കാമോ വേദനിപ്പിക്കാമോ അതിൽ ഇവരൊരു ആനന്ദം കണ്ടെത്തുക. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഒന്നും വേണ്ട, ഇവിടെ പാലക്കാട് അഡ്വക്കേറ്റ് എൻ ജി ശ്രീനിവാസനെ കൊന്നത് ഒരു വക്കീൽ പറയുന്നുണ്ടെന്ന് എടുത്തു കേട്ടാൽ മതി, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെയും അതേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് തുറസായ സ്ഥലങ്ങളിൽ കുറച്ച് ആളുകളെ പാർപ്പിക്കുന്നു. ഈ അഭയാർത്ഥികൾക്കിടയിൽ മാരകമായിട്ടുള്ള ഒരു പടർച്ചയുണ്ടല്ലോ, അങ്ങനെ ഈ പകർച്ചവ്യാധികൾ ഇത് പടരുന്നു. എന്നിട്ട് വെള്ളത്തിൽ വിഷം കലർത്തുന്നു. അങ്ങനെ ഇവരെ മരിക്കണം, അതോ വെറുതെ മരിച്ചാ പോരാ, ശരിക്കിവര് വേദന അറിഞ്ഞു മരിക്കണം എന്നത് ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ചരിത്രകാരന്മാര് തന്നെ പറയുന്നത് ഇത് സാധാരണ യുദ്ധം പോലെ പോലും ആയിരുന്നില്ല, അതിനേക്കാൾ ഭീകരമായിരുന്നു. അതായത് ഒരു ജനതയെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഇവർ ആസൂത്രണം ചെയ്ത്, മതതീവ്രവാദികൾ സർക്കാരിന്റെ പിന്തുണയോടുകൂടി ആസൂത്രണം ചെയ്ത കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇതെന്നാ പറയുന്നത്. എന്തിനാണ്? സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രീതികൾ ഇവർ തെരഞ്ഞെടുത്തതല്ലേ ഹമാസും ചെയ്തത്, ഇത് തന്നെയല്ലേ ബൊക്കോ ഹറാമും ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈജീരിയയിൽ, ഇതല്ലേ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയും ചെയ്തത്, ഇപ്പോ കുർദികളെ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ, അതുപോലെ സിറിയയിൽ ഐസിസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. അതായത് അർമേനിയൻ വംശഹത്യയുടെ കാലത്ത് സ്ത്രീകൾക്കെതിരായി നടന്ന അക്രമങ്ങളെ കുറിച്ച് ഭയാനകമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരം സംഭവങ്ങൾ ഒരു ജനതയെ ശാരീരികമായി പീഡിപ്പിക്കുന്നതിനൊപ്പം അവരുടെ ആത്മവീര്യത്തെയും അഭിമാനത്തെയും തകർക്കുക എന്നതായിരുന്നു ഒരു ഭരണകൂടം സ്ക്രിപ്റ്റ് ചെയ്ത് നടപ്പിലാക്കിയത്. അതായത് അതിക്രൂരമായ രീതികൾ, ബലാത്കാരവും പീഡനങ്ങളും തലകീഴായിട്ട് കെട്ടിത്തൂക്കലും. ഇത് മാത്രമല്ല, അർമേനിയൻ സ്ത്രീകൾ നേരിട്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരഭാഗങ്ങൾ അവർ ഛേദിക്കുകയായിരുന്നു ചെയ്തത്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മനസാക്ഷി മരവിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അവരന്ന് ചെയ്തതല്ല. ഇതൊരു യുദ്ധകാലത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമായിരുന്നില്ല. സ്ത്രീകളെ അവഹേളിക്കണം, അവരുടെ അന്തസ്സ് നശിപ്പിക്കണം, ഇവന്മാർക്ക് ഭോഗിക്കണം. ഇതിനു വേണ്ടി നടത്തിയ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിനൊപ്പം ഒരു മതവിഭാഗത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക, കുടുംബത്തിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നത് പതിവാണ് ഇവരുടെ രീതി. ആയിരക്കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ മതവും സംസ്കാരവും ഉപേക്ഷിച്ച് നിർബന്ധിതമായ മതപരിവർത്തനത്തിന്, ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ നിർബന്ധിക്കുകയും വിവാഹത്തിന് വഴങ്ങാൻ അവര് ജീവന് വേണ്ടിയിട്ട് അവർ നിർബന്ധിതരാകുവാണ്. അക്കാലത്ത് അർമേനിയൻ സ്ത്രീകൾ നേരിട്ട ക്രൂരതകൾ ഉണ്ടല്ലോ, നിരവധി മിഷണറിമാരും വിദേശ നയതന്ത്ര പ്രതിനിധികളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് സ്ത്രീകൾക്കെതിരെ നടന്നതൊന്നും വിവരിക്കാൻ കഴിയുന്നതല്ല, അത്രമാത്രം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ്. തലകീഴായിട്ട് കെട്ടിത്തൂക്കുക, ശരീരഭാഗങ്ങൾ മുറിക്കുക, ഭീകരമായിട്ടുള്ള രീതികൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഭോഗിക്കുക തുടങ്ങിയ ഒരു ജനതയുടെ വംശശുദ്ധി നശിപ്പിക്കുക, ഭാവി തലമുറയെ ഇല്ലാതാക്കുക,
പ്രതികരിക്കാൻ ശേഷിയില്ലാതെ അവരുടെ ആത്മവീര്യം നശിപ്പിക്കുക, ഇതൊക്കെ അവരുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതായിരുന്നു. സ്ത്രീകൾക്കെതിരെയാണ് എല്ലാ രൂപത്തിലുള്ള തീവ്രവാദികളും ഭീകരവാദികളും എല്ലാ രൂപത്തിലുള്ള ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളത്. ഒരു ജനതയുടെ സാമുദായികമായിട്ടുള്ള കെട്ടുറപ്പിനെ തീർക്കണമെങ്കിൽ അവിടുത്തെ പുരുഷന്മാരെ കൊല്ലണം, സ്ത്രീകളുടെ ആത്മവീര്യം നശിപ്പിക്കണം. ഇത് ഇരുളടഞ്ഞ ഏടുകളിൽ ഒന്നാണ്. അർമേനിയൻ സ്ത്രീകൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീകളും നേരിട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അതിക്രമങ്ങൾക്കാണ് സാക്ഷിയായത്.